വെള്ളത്തിൽ ചാടുക എന്ന് പറഞ്ഞാണല്ലോ വലിയ ഇഷ്ടമുള്ള എങ്ങനെ ഉണ്ടായിരുന്നു? വരുമ്പോ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഭയങ്കര എക്സൈറ്റ് ആയിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഭയങ്കര ശ്വാസം മുട്ടലായി, ഭയങ്കര ക്ഷീണായി. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? ഗുരുവായൂർ ലെസർലാൻഡിലാണ്. നെതർലാൻഡ്. അവിടെ നമുക്ക് നീന്താനൊക്കെ അടിപൊളി സ്ഥലമാണ്. അല്ലെ, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വന്ന് നീന്താൻ അടിപൊളിയാണ്. നമുക്ക് നല്ല രസകരമായിട്ട് അവിടെ നീന്താ, രസമാണ്. അത്യാവശ്യം പാർക്കാണത്. അതൊരു ചെറിയൊരു പാർക്ക് പോലെ തന്നെയാണ്. നമ്മൾ വലിയ വലിയ പാർക്ക് പോലെ തന്നെ ചെറിയൊരു പാർക്ക്. ഒറ്റയ്ക്കാണോ നീന്തണത്? അല്ല, കൂട്ടുകാരുണ്ട്. നാളെ വിളിക്ക്. മുന്നേ അതെ ഇവന്റോടാണ് വന്നിട്ടുള്ള അഭിനവ് കേട്ടി, 2ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ്. അല്ലേ നീന്തല്ലേ? അപ്പൊ ഞാന് ഇവരും കൂടി ഒരുമിച്ചാണ് നീന്താൻ പോണത്. അല്ലേ ചാ? മത്സരം ഒന്നും ഇല്ലല്ലോ. നമുക്ക് മത്സരം വെച്ചോ. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോയേക്കല്ലോ. അപ്പൊ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് വലിയ പൂളുണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട് പൂള്. അപ്പൊ വലിയ പൂളിൽ ഒരു കുട്ടിക്ക് ഒരാൾക്ക് നീന്താൻ 100 രൂപ. ഒരു മണിക്കൂർ 6:45 മുതൽ 7:45 വരെ. ഇപ്പൊ നമ്മൾ 6:45 എടുത്താൽ. അതുപോലെ തന്നെ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ 30 രൂപയാണ് ഒരാൾക്കുള്ളത്. പക്ഷെ അതിന് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇന്ന് മേടിക്കില്ല എന്ന് പറഞ്ഞത്, ഇന്ന് എടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അതൊക്കെ അതൊക്കെ അവിടെ നോക്കിയേ എന്തോരം പടങ്ങൾ വരച്ചു നോക്കിയേ. അതായത് നമുക്ക് നടക്കണ വഴി തന്നെ ഫുള്ള് പച്ച പുല്ലൊക്കെ വിരിച്ച് നല്ല രസകരമായിട്ടാണ് വെച്ചിരിക്കണത്. നെതർലാൻഡിൽ എഴുതിക്കണ നോക്കി എന്ത് രസമാണ്. അതിനകത്ത് ഇപ്പൊ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ. പിന്നെ അതിനകത്ത് എന്തൊന്നും ഇല്ലാത്തൊന്നുമില്ല. പാർട്ടിക്ക് വെക്കില്ലേ, കേക്ക് മുറിയൊക്കെ, അങ്ങനത്തെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഫംഗ്ഷൻസിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇവിടെ നോക്കിയ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിട്ട് ഒരു കാട് മൊത്തം വരച്ചു വെച്ചിരിക്കുക. അതെ, വരച്ചിറക്കല്ല, ശരിക്കും അത് ഇങ്ങനെ പണി ചെയ്ത് അതിന് മുകളിൽ പെയിന്റ് അടിച്ചിരിക്കണ്. അവിടെയൊക്കെ തന്നെ ഫുള്ള് നമുക്ക് ഊർന്നിറങ്ങാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടല്ലേ ചെറിയൊരു ലൈറ്റ് പാർക്കായിട്ട് ചെറിയ ചെറിയ പിള്ളേർക്കൊക്കെ നീന്താൻ പറ്റാത്ത പിള്ളേർക്ക് വലിയ പട്ടിയല്ലേ? ശരിയാ തോന്നുന്നുണ്ട്. അത് അഭിനവേ അതെ അതെ, അതിന്റെ ഇത് മൂക്കും വരയൊക്കെ കണ്ടപ്പോഴേ അത് നമുക്കിനി ഉള്ളിലേക്ക് കയറാം. കറക്റ്റ് 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂർ കറക്റ്റ്. അതെ, പക്ഷല്ല 2 പൂളുണ്ട്. അതിൽ 1 ഇറക്കുള്ളൂ, 1 ഇറക്കാവുള്ളൂ. 1 നല്ല ക്ലോറിന്റെ മണം ഇപ്പോഴും അടിക്കുന്നുണ്ട് കേട്ടോ. ആഹാ. ഇപ്പൊ ആ ടിക്കറ്റ് കാണിച്ചെടുത്ത് അത് തീർന്നാന്ന് തോന്നുന്നുണ്ട്. സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ നമ്പർ കൊടുക്കും ചിലപ്പോ. ഉണ്ടല്ലേ, എന്തായാലും കൊള്ളാം. അപ്പൊ നമുക്ക് നീന്താം അല്ലേ? 9-8 വെക്കേഷനിലൊക്കെ നീന്താൻ പറ്റില്ല, പാർക്കൊന്നും പോകാൻ പറ്റില്ല. എന്ന് പക്ഷെ നമ്മൾ ഇത് സാധിക്കുന്നു, ഫുള്ളായിട്ട് നമുക്ക് തീർക്കും. നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് വലിയ പൂള് രണ്ട് പൂളുണ്ട്. കുട്ടികൾക്കും വലിയ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ടോക്കൺ ഒരാളെ നമ്മളിവിടെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരും അഡ്രസ്സ് ഫോൺ നമ്പറും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഏൽപ്പിക്കണം. അവർ മറ്റേ സമയം എഴുതി വെക്കില്ല. അപ്പൊ 6:45 മുതൽ 7:45 വരെ നമുക്ക് ഇവിടെ കളിക്കാനുള്ള സൗകര്യമുള്ളത്. അപ്പൊ അത് എഴുതി വെച്ചിട്ടുണ്ട്. നിരഞ്ജൻ വെള്ളത്തിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ പോവാട്ട. ഞാൻ വിചാരിച്ചത് യശോദ ഏത് വിളിച്ചാൽ ചാടിക്ക. ഒരു അമ്പലക്കുളം ഉണ്ട് അവിടെ. അമ്പലക്കുളത്തിൽ കുളിക്കും. അപ്പൊ രാവിലെ ഇപ്പൊ സ്കൂളിൽ രാവിലെ ആയതുകൊണ്ട് രാവിലെ നേരത്തെ നീറ്റ് പഠിത്തും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റാത്തുണ്ടല്ലോ. വെക്കേഷനൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിൽ നമ്മള് കുളത്തിൽ പോയി കഴിഞ്ഞ് കേറില്ല ആള്. കേടം നമ്മൾ 8 മണിക്ക് ഇറങ്ങി, അല്ലെങ്കിൽ 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് 8:30 8:45 കയറിക്കോ 9 മണിയായിട്ട് കയറി. കണ്ണൊക്കെ ചുമന്നാലും ആള് കയറില്ല വെള്ളത്തിൽ. അത്ര ഇഷ്ടം വെള്ളത്തിൽ കിടന്ന് നീന്തി കുളിക്കാൻ തോന്നിയത്, അത്ര ഇഷ്ടം പുള്ളി. പിന്നെ നമ്മള് രക്ഷിതാക്കളെപ്പോഴും ഇപ്പൊ നമ്മള് കുളത്തിലേക്ക് കുളിക്കാൻ പോവുകയാണെങ്കിലും ഇപ്പൊ ഇവിടേക്ക് മറ്റേ സ്വിമ്മിംഗ് പൂളിലേക്ക് വരികയാണെങ്കിലും നമ്മൾ രക്ഷിതാക്കൾ എപ്പോഴും കൂടെ ഉണ്ടാവും. നമ്മുടെ നാട്ടും പുറങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പറമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ അമ്പലക്കുളങ്ങള് ആയിട്ടും പാടത്തൊരു വലിയ കുളം, അങ്ങനെയൊക്കെ നാട്ടുപുറങ്ങൾ ഇഷ്ടം പോലെ. പക്ഷെ നമ്മുടെ ഈ ടൗൺ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കുട്ടികൾക്ക് ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു സംഭവമില്ല.
അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്വിമ്മിംഗ് പൂളുകൾ, നെസർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം സ്വിമ്മിംഗ് പൂൾ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ടർഫ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാശ് കൊടുക്കണം, നമ്മൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ ഇത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കണം. പക്ഷേ കുട്ടികളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ടൗൺ ഏരിയകളിലൊന്നും സ്ഥലങ്ങൾ കിട്ടില്ല. അങ്ങനെ വലിയ ഒഴിഞ്ഞ പറമ്പോ അല്ലെങ്കിൽ മറ്റേ കുളിക്കാനുള്ള വലിയ കുളങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട്. പക്ഷെ അതിനുവേണ്ടി ഗ്രാമങ്ങളിൽ, നാട്ടിൻപുറ പ്രദേശങ്ങളിൽ ഇഷ്ടം പോലെ സൗകര്യമാണ് അതിനുള്ളത്. പക്ഷെ ഇപ്പം എല്ലാവരും ഓരോരുത്തരുടെ ജോബ് കാരണങ്ങളാലൊക്കെ ആയിട്ട് ടൗണിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സുഖമാണ്. കുട്ടികളെ കൊണ്ടുവന്ന് വന്നിട്ട് നീന്തൽ പഠിപ്പിക്കാൻ സുഖമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാത്ത ഒരു കുളത്തിലോ നമ്മൾ പോയി ഇറങ്ങരുത്. നമുക്ക് ആ കുളത്തെ ഒരു ധാരണ ഉണ്ടായിരിക്കണം, ആ കുളം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ എവിടെയും പോയി കഴിഞ്ഞാൽ എനിക്ക് നീന്തൽ അറിയാം, ഞാൻ നന്നായിട്ട് നീന്തും, ഒരു പുഴ നീന്തി കിടക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കുളത്തിലേക്ക് എടുത്ത് ചാടിയാൽ അതിൽ ചിലപ്പോൾ ചെളി ചണ്ടിയൊക്കെ ഉണ്ടാവും, അത് നമുക്കറിയില്ല. അപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒരു കുളത്തിലും ഒരു വെള്ളത്തിലേക്കും നമ്മൾ എടുത്ത് ചാടാതിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അടി കൂടെ വരാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, അടി കൂടെ വന്നിട്ട് ഇവിടെ പൊന്തണം കേട്ടാ, കൃത്യം ഇവിടെ പൊന്തണം. ആ നേരെ അടി കൂടെ വരണം, നേരെ അടി കൂടെ. അങ്ങനെ സ്പീഡിൽ വരാലോ വെള്ളത്തിന്റെ അടി കൂടെ. അത്ര അടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അഭിനവ് അടിയിൽ കൂടെ പോണാണെങ്കിൽ കാല് മുകളിൽ വന്നിട്ടാ പോണത്. നമ്മളെ ഈ കരിങ്കല്ല് പോലത്തെ ഇത് കെട്ടിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ക്ലോറിൻ. അപ്പോൾ ഇവിടെ മറ്റേ കുട്ടികളൊക്കെ ഒത്തിരി, അതായത് 8 മണി വരെയുള്ള സംഭവം ഇവിടെ. പക്ഷേ രാവിലെ മുതലേ ഈ കുട്ടികൾ, പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുട്ടികൾ കണ്ടമാനം ഓടി വരും കളിക്കാൻ. കാരണം കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻ്റ് ആണത്. പിന്നെ ഇവിടെ നിന്ന് അധികം ഇതില്ല കേട്ടോ, താഴ്ചയില്ല കേട്ടോ ഇവിടെ നിന്ന്. പിന്നെ 2 ഡോൾഫിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ അത് ജീവനുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു? വരുമ്പോ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഭയങ്കര എക്സൈറ്റ് ആയിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഭയങ്കര ശ്വാസം മുട്ടലായി, ഭയങ്കര ക്ഷീണായി. നീന്തിയില്ലേ ഞാനും ഇവരൊക്കെ, പക്ഷെ കുഴപ്പമില്ല, ഇന്നും നീന്തി. എന്തുകൊണ്ടാന്ന് നമ്മള് ഇടയ്ക്കിടയ്ക്ക് നീന്താത്തോണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മള് മുന്നേക്കെ നമ്മളാ കുളത്ത് പോവായിരുന്നല്ലോ, അപ്പൊ വലിയ ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഒത്തിരി ആയില്ലേ അതിന്റെ. ഇവിടെ നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട്, ഇവിടെ നല്ല രീതിക്ക് നല്ല ഭംഗിയായിട്ട് എഴുതി. നമ്മൾക്ക് എന്ത് നല്ല ചിത്ര രീതിക്ക് വരച്ചിരിക്കുന്നത്. നെസർലാൻഡിന്റെ ചിത്രപ്പണിയുണ്ട്, പണ്ടത്തെ ഏൻഷ്യന്റ് രൂപത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളി രീതി. അപ്പൊ നമ്മളിവിടെ നെസർലാൻഡിൽ വന്നു. നമ്മള് നീരും കൂട്ടുകാരനും കൂടി സൂപ്പറായിട്ട് അല്ലേ, സ്വിമ്മിങ് ചെയ്ത് ഭയങ്കരമായി. സൂപ്പറായിട്ട്. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെസർലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഗുരുവായൂരിന്ന് മേൽപ്പാലം ഇങ്ങനെ ഇറങ്ങുമ്പോ തന്നെ ചോലൂർ പടിക്കല്ലേ നേരെ റോഡ്. അപ്പൊ നമുക്ക് മേൽപ്പാലം ഇറങ്ങി കഴിഞ്ഞിട്ട് അതിന് തൊട്ട് ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് നെസർലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.